ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രെയിനിങ് കളിക്കാൻ പറഞ്ഞത് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇതൊരു നോർമൽ ട്രെയിനിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരമുള്ളൂ തുടങ്ങിയിട്ട് MP5 3യും മാക്സ് എടുത്തിട്ടും SKസും വെച്ച് ഞാൻ കളിച്ചതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കില്ല് നിങ്ങളൊന്ന് കാണണം കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ മറച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ പകുതി വെച്ചിട്ടാണ് കളിച്ച് കാണിക്കുന്നത് ഗൈസ്. കാരണം ഞാൻ പാതി വെച്ചെടുക്കാൻ മറന്നുപോയി. അത് ഞാൻ എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഞാനിപ്പോൾ എപ്പോൾ എടുക്കാൻ നോക്കിയാലും പാതി വെച്ച് വിട്ടുപോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ലെജൻഡറി കില്ല് എടുത്തിട്ടുണ്ട്, 6 എലിമിനേഷൻ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നോക്കിയപ്പോൾ പുറകിൽ നിന്ന് ആരും അടിച്ച് MP40 തീർത്ത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ ഞാനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കില്ലെടുത്തത് ഞാനാണ് ഗൈസ്. അപ്പോൾ MP5 3 ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കില്ലെടുക്കാൻ എളുപ്പത്തിൽ പറ്റി. അപ്പോൾ ഓരോരുത്തരെ കില്ലെടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത കളി നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ട് 2-3 പേരെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ട്രിപ്പിൾ ടിക്കനോട് എടുത്തിട്ടുണ്ട്. ഓരോന്നോട് നല്ല അഡ്വാൻറ്റേജാണ് ഗൈസ്. ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ നല്ല സെറ്റായിട്ട് കളിക്കാൻ പറ്റും ഗൈസ്. കാര്യം പറഞ്ഞാണ് ഞാൻ നല്ല സെറ്റായിട്ട് കളിക്കാൻ പറ്റും. ഓറിയോണൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കില്ലെടുക്കും തോറും നമുക്ക് ഓറിയം വരും. ഇപ്പോൾ കണ്ട ഗൈസ് നല്ല രസമായിട്ട് അടിക്കാം. പക്ഷേ അവരുടെ കയ്യിൽ M590യും M10 വേണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പറഞ്ഞാണ് ഗൈസ്. കാരണം നമ്മുടെ ഓറിയം വരുമ്പോൾ തന്നെ അവരടിച്ച് നമ്മൾ തീരും ഗൈസ്. അപ്പോൾ M590യും M10ൻ്റെ മുമ്പിൽ ഓറിയോണൊന്നുമല്ല. പക്ഷേ BRൽ മോനെ പറയണ്ടല്ലോ, ഓറിയോണെ കഴിഞ്ഞിട്ടില്ല വേറെ ഒരു ക്യാരക്ടറും. പണ്ട് എനിക്ക് ഏറ്റവും വെറുത്ത ക്യാരക്ടറാണ് കഴിച്ചത് ഞാൻ ഓറിയോൺ. പക്ഷെ ഇട്ടപ്പോഴാണ് മനസ്സിലായി എന്തുകൊണ്ടാണ് ഓറിയോൺ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ SKS കൊണ്ട് കൊല്ലാൻ നോക്കി ആരും ചത്തില്ല. അപ്പോൾ ഒരുത്തും തേണ്ടറാക്കാണ്. അപ്പോൾ ഇനി അവനിട്ട് നമുക്ക് കാച്ചണ്ടേ, അവൻ എന്നെ അടിക്കാൻ നോക്കിയല്ലേ. ഇപ്പോൾ ഡബിൾ ബോയ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ M590 കൊണ്ടാണ് കളിക്കുന്നത് ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ വേറെ ഒരു അടിച്ചു കൊന്ന്. അവൻ്റെ കയ്യിലും ഏതൊരു കണ്ണായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് തള്ളൊരു ജനിച്ച്. അപ്പോൾ അവൻ ഫ്ലെയിം ഗണ്ണ് കൊണ്ട് എന്നെ കൊല്ലാൻ നോക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ കൊല്ലാൻ പറ്റുമോ? അപ്പോൾ ഞാൻ SKസും കൊണ്ട് ഒരുത്തന്നെ തീർക്കാൻ നോക്കി. അപ്പോൾ പുറകിൽ നിന്ന് വേറെ ഒരുത്തരം M10 ഉള്ള തേണ്ടി കോബ്ര M10 കൂന്ന്. അപ്പോൾ ഞാൻ MP5 മാക്സ് തന്നെ ആക്കിയിട്ട് വീണ്ടും അവനെ കയറി ചെല്ലാൻ നോക്കിയപ്പോൾ അവനെ ആരും തീർത്ത് ഗൈസ്. നല്ലത് കിട്ടി. ഞാൻ വീണ്ടും ഡാമേജ് ആയി. അപ്പോൾ ഇനി ഞാൻ കില്ല് കാണിച്ചിട്ടാണ് ഗൈസ് നിങ്ങളെ. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റണമെന്ന് തോന്നുന്നു ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 99+ കില്ലാണ് ഗൈസ്. നേരത്തെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ നേരത്തെ തൊട്ട് ഞാൻ എടുത്ത കില്ല് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ 100ൻ്റെ മുകളിലുണ്ട് ഗൈസ്. അതെനിക്ക് ഉറപ്പാണ്. 100ൻ്റെ മുകളിൽ എന്തായാലും ഞാൻ കില്ല് എടുത്തിട്ടുണ്ട്. 112ൻ്റെ മുകളിൽ 110ൻ്റെ മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ് എന്തായാലും. അപ്പോൾ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ അടിയുണ്ട് ഗൈസ്. അപ്പോൾ കോബ്ര MP40 ഒക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡെസേർട്ടികളുണ്ടോ മോനെ, ഹെഡ് ഷോട്ട് അടിക്കുന്നതിന് അതിരില്ല. അപ്പോൾ ഞാൻ ഒരു അവസാനമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് ഞാൻ എത്ര കില്ലെടുത്തെന്ന്. ആ നെയിം ബോർഡിൽ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ എത്ര കില്ലെടുത്തെന്ന്. അപ്പോൾ സൈഡിൽ നിന്ന് അടിച്ചില്ലായിരുന്നു ഞാനിപ്പോൾ അവനെ കൊന്നേനെ ഗൈസ്. പക്ഷേ സൈഡിൽ നിന്ന് നല്ല ഒരുത്തന്നെ അടിച്ച് നമ്മളെ തീർന്ന്. അപ്പോൾ ഞാൻ വീണ്ടും റിവൈവ് ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് ടോപ്പിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ചെന്ന് കാച്ചാം. അപ്പോൾ ഒരു ടാറ്റ്സ് ചെയ്യുക. അപ്പോൾ അവനിട്ട് കൊല്ലാൻ നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് അടിയാണ് ഗൈസ്. എനിക്കിപ്പോൾ M590 ഉണ്ടെങ്കിൽ എൻ്റെ മോനെ ഓറിയോണെ M590 വെച്ച് ഞാൻ എല്ലാത്തിനും കാച്ചും. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് വീഡിയോ കാണുന്നത് എനിക്ക് ഇഷ്ടമാണോ ഗൈസ്? നിങ്ങളുടെ ഒപ്പീനിയൻ വെച്ചിട്ടാണല്ലോ ഞാൻ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഇതുപോലത്തെ നിങ്ങൾ ഏത് ഗണ്ണാണോ പറയുന്നത് അതുകൊണ്ട് ഞാൻ ട്രെയിനിങ് വീഡിയോ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന 2 ഗൺ അതുകൊണ്ട് ഞാൻ 99+ കില്ലെടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം, എന്നാൽ ഞാൻ എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ ഇതുവരെ ആരും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുത്തൻ ഇതിട്ടായിരുന്നു ഗൈസ്. കുറേ കമൻറ്റ് ഇട്ടായിരുന്നു അവനെ ഫ്രണ്ടാക്കൂ എന്ന് ചോദിച്ചിട്ട്. അല്ല, എന്നെ അവന് ഫ്രണ്ടാക്കണം. അപ്പം ഞാൻ അവന് UID ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രോയ്ക്ക് ഒരു നല്ലൊരു താങ്ക് യു. എനിക്ക് ഒരാളെങ്കിലും ചോദിച്ചല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ താങ്ക് യു പറഞ്ഞു കൊടുക്കണ്ടേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രെയിനിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറ ഗൈസ്. ഞാൻ ഏത് കണ്ണു വെച്ചിട്ട് വേണം കളിക്കണം എന്നും കൂടിയും പറഞ്ഞാൽ ഞാൻ അത് വെച്ചിട്ട് 99+ കില്ലെടുത്ത് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടും ആയിരിക്കുമല്ലോ നിങ്ങളപ്പോൾ ഇങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും. അപ്പം എൻ്റെ പുറകെ നല്ല അടിയുണ്ട് ഗൈസ്. ഞാൻ ഗ്ലൂ വാളിട്ട് കവർ നിന്ന് അവനിട്ട് നല്ല കൊടുത്തു. പക്ഷേ ഞാൻ തീർന്ന്. പുറകിൽ നിന്ന് ഒരു ചെറിയ അടി കെട്ടി. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒന്നിട്ട് തീർത്ത്. അപ്പോൾ ഇവിടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ 18 പേരുള്ളൂ ഗൈസ്. ആ 18 പേരിൽ നിന്നാണ് 99+ കില്ല് എടുക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ എത്ര നേരം കൊണ്ടാണ് എടുത്തതെന്ന് ഓർക്കണം ഗൈസ്. 10 മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട്. കാരണം നമുക്കറിയാലോ ഒരു സമയമാകുമ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ട് നിൽക്കും, ഇൻഫിനിറ്റ് അല്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എൻ്റെ കളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ എത്ര കില്ല് എടുത്തെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ ഇതിൻ്റെ പാതി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഷോർട്സ് കിടപ്പുണ്ട് ഗൈസ്. അതൊരു വെറുതെ ഒരു ഷോർട്സ്, ഞാൻ എത്ര കില്ലെടുത്തെന്ന് പറഞ്ഞ് കാണിക്കുന്നൊരു ഷോർട്സാണ് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണം ഗൈസ്. പിന്നെ ഞാൻ ഒരിക്കലും പറയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇനി പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നത്.
അപ്പോൾ കുറച്ചും കൂടിയും പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സപ്പോർട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി വീഡിയോ ഇടാനുള്ളൊരു ഊർജ്ജം കിട്ടിയേനെ ഗൈസ്. എല്ലാവരും കാണുന്നുണ്ട്, അതിനൊക്കെ താങ്ക്സ് ചെയ്യൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും താങ്ക് യു. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് ഗൈസ്. കുറച്ചധികം പേരുണ്ട്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഊർജ്ജമായേനെ ഗൈസ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ടായിട്ട് ഞാൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെയാണ് നല്ല അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു ട്രിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കാണിച്ചു തരണം ഗൈസ്. ഇനി ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം ഗൈസ്. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ഹൈഡിങ് സ്പോട്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേഗം ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം അതുപോലെ ഞാൻ ഇട്ടിരിക്കും ഗൈസ്. നിങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ഞാൻ ചോദിച്ചിടും ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്നെ കുറേ നേരമായി തീർക്കണം. ഇപ്പോൾ ബാക്കിയുള്ളൊരു 23 കില്ലൊക്കെയാണ് ഗൈസ്. ഞാൻ തുടങ്ങിയപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. അപ്പോൾ സോറി, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒറ്റ ഫോണിലാണ് കളിക്കുന്നത്. അപ്പോൾ ഒറ്റ ഫോണിൽ കളിക്കുമ്പോൾ നമ്മൾ ഈ ഡ്രാഗൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അറിയാണ്ടൊന്ന് കൊണ്ടുപോകും. പിന്നെ അത് അറിയാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുന്നത് പോയിന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അവസാനമായപ്പോൾ 99 ആയപ്പോഴാണ് എടുത്തത്. അപ്പോൾ 99 അല്ല 89 എങ്ങാണ്ട് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ എടുത്തു. ഇപ്പം ഞാനിവിടെ ക്വാർട്ടർ 4 സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട്. 5ാമത്തെ എടുക്കാൻ പറ്റിയില്ലേ, സോറി. അപ്പോൾ ഇനി ഞാനൊരു ചലഞ്ച് എനിക്ക് തന്നെ തന്നിട്ട് ഒരു ഷോർട്സിലൊന്നായിരിക്കും ഗൈസ്. അതായത് ചാവാണ്ട് നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ 1 പ്രാവശ്യം പോലും ചാവാണ്ട് എത്ര സ്ട്രീക്ക് എടുക്കാൻ പറ്റുമെന്ന്. നമ്മളിപ്പോൾ 6 കില്ലൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 6 സ്ട്രീക്ക് എന്ന് കാണിക്കില്ലേ ഗൈസ്. അപ്പോൾ അതുപോലെ എത്ര സ്ട്രീക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ചലഞ്ച് മതി ഗൈസ്, നിങ്ങളെനിക്ക് അപ്പോൾ എനിക്കതൊരു ഊർജ്ജമായിരിക്കുമല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നല്ല അടിയുണ്ട്, പുറകിൽ നിന്ന് അടിയുണ്ട്. M80യുടെ മുമ്പിലൊന്നും എനിക്കൊന്നും M80 കിട്ടും കൊടുത്തു ഗൈസ്. M80 കിട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൻ വരുമെന്ന് നോക്കി, പക്ഷെ അവൻ നിന്ന സമയത്ത് അടിച്ച് കേസ്. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആവാൻ വഴിയുണ്ട് കേസ്. കാരണം ഞാൻ അവസാനമാണ് ഇതിൻ്റെ അകത്ത് അത് കാണിച്ചേക്കുന്നത് എത്രയാണെന്ന്. അപ്പോൾ അത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, ലെങ്തി ആയിരിക്കും കേസ്. അപ്പോൾ ഒന്ന് നിങ്ങൾ കണ്ട് സഹകരിക്കണം എന്നേ പറയാനുള്ളൂ കേസ്. കാരണം ഒരുത്തിന് ഇവിടെയൊക്കെ ഉണ്ട്, ഒരു പെണ്ണാണ് കേസ്. അപ്പോൾ അവനിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട്, ഡബിൾ ടിക്ക് ഡൗൺ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എത്ര കില്ലെടുത്തെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കുക കേസ്. അപ്പോൾ എത്ര പേരുടെ കറക്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ UMP MP40 കേസ്. എനിക്കൊരു MP40 മാക്സ് വേണമെന്നുണ്ട് കേസ്, ഇവോ മാക്സ്. ഞാനാണെങ്കിൽ പോയി കളിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഉപയോഗമില്ല കേസ്. കാരണം ഇപ്പോൾ ഇവോ ഉള്ളവരൊക്കെ നമ്മളെക്കാളും സെറ്റാണ്. അവർ 2-3 അടി അടിച്ച് നമ്മൾ തീരും. ഞാൻ മടുത്ത് കേസ്. ഇവോ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം ഇവോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുത്തിന് ഇവിടെ നിന്ന് ഇമോട്ടിടുന്ന കേസ്. അപ്പോൾ ഇമോട്ടിട്ടവൻ്റെ കുഴപ്പം ഞാൻ തീർത്തിട്ടുണ്ട്. ഒരു ഹെഡ് ഷോട്ട് അടിച്ച് കേസ്, SKS കൊണ്ട് ഒരു ഹെഡ് ഷോട്ട്, 215 ഹെഡ് ഷോട്ട്. അപ്പോൾ സൈഡിൽ കൂടെ ഒരുത്തൻ അവൻ ലംബോർഗിനിയുടെ ഗ്ലൂ വാള്, എൻ്റെ മോനെ. അപ്പോൾ ഒരുത്തന്നെ ട്രിപ്പിൾ ടിക്ക് ഡൗൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്ര കില്ലെടുത്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ്. അപ്പോൾ ഞാനിവിടെ വിളിച്ച് വീഡിയോ നിർത്തുവാണ്. താങ്ക് യു ആൻഡ് ബൈ.